നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പിയിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. മത്സ്യമാർക്കറ്റിൽ നിന്നും 100 കിലോയോളം പഴകിയ മത്സ്യം പിടികൂടി നശിപ്പിച്ചു. ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണവും പിടിച്ചെടുത്തു. CPM-നെയും ഇടതു സർക്കാരിനെയും തകർക്കാൻ ശത്രുക്കൾ പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കോലാഹലങ്ങളെന്നും EN സുരേഷ് ബാബു. പ്രതിഷേധങ്ങൾക്കും നിയമപോരാട്ടങ്ങൾക്കുമൊടുവിൽ ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് നവീകരണം അന്തിമഘട്ടത്തിലേക്ക്. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് റോഡ് പണി പൂർത്തിയാകുന്നത്. ആദ്യഘട്ട ടാറിംഗ് ആരംഭിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയസമീപനങ്ങൾക്കെതിരെ യൂത്ത് ലീഗ് നടത്തുന്ന യൂത്ത് മാർച്ച് വെള്ളിയാഴ്ച മണ്ണാർക്കാട് നിന്ന് തുടങ്ങും. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിലും മാർച്ചെത്തും. സംസ്ഥാന ദേശീയ നേതാക്കളും പങ്കെടുക്കും. വിശദമായ വാർത്തകളിലേക്ക്. പട്ടാമ്പിയിൽ മത്സ്യമാർക്കറ്റിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ മത്സ്യം പിടികൂടി. ചീഞ്ഞു തുടങ്ങിയതും യഥാവിധി ഐസ് ഉപയോഗിച്ച് സൂക്ഷിക്കാത്തതുമായ ഉപയോഗയോഗ്യമല്ലാത്ത 100 കിലോയോളം മത്സ്യമാണ് നശിപ്പിച്ചു കളഞ്ഞത്. നഗരസഭ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും സംയുക്തമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് മത്സ്യമാർക്കറ്റിൽ നിന്ന് പഴകിയ മത്സ്യം പിടികൂടിയത്. 7 മത്സ്യ ഹോൾസെയിൽ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ 36 സാമ്പിളുകൾ മൊബൈൽ ടെസ്റ്റിംഗ് ലാബിൽ പരിശോധിച്ചു. 100 കിലോ പഴകിയ ചൂര മത്സ്യം പിടിച്ചെടുത്തു നശിപ്പിച്ചു. ആരോഗ്യത്തിന് ഹാനികരമായ രാസപദാർത്ഥങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല. ഇതോടൊപ്പം പട്ടാമ്പി നഗരത്തിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. ഫുഡ് സേഫ്റ്റി ഓഫീസർ അഞ്ജലി, സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഷ്റഫ്, ഷൊർണൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഹിഷാം അബ്ദുള്ള, ലാബ് ടെക്നീഷ്യൻ ആനന്ദ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലാ കമ്മിറ്റി യൂത്ത് ലീഗ് നടത്തുന്ന യൂത്ത് മാർച്ച് വെള്ളിയാഴ്ച മണ്ണാർക്കാട് നിന്ന് തുടങ്ങും. 3 മണിക്ക് കോട്ടപ്പാടത്ത് നിന്ന് ആരംഭിക്കുന്ന മാർച്ച് ഡിസംബർ 31 തൃത്താല കൂറ്റനാട് സമാപിക്കും. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിലും നടത്തുന്ന യൂത്ത് മാർച്ചിൽ 1/4 ലക്ഷത്തോളം യുവാക്കൾ അണിനിരക്കും. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്വേഷ നിലപാടിനും കേരള സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികളിലും പ്രതിഷേധിച്ചാണ് മാർച്ച്. ഡിസംബർ 22 മണ്ണാർക്കാട്, 23 കോങ്ങാട്, 24 പാലക്കാട്, 26 നെന്മാറ ചിറ്റൂർ, 27 ആലത്തൂർ തരൂർ, 28 ഒറ്റപ്പാലം, 29 ഷൊർണൂർ, 30 പട്ടാമ്പി, 31 തൃത്താലയിലുമാണ് യൂത്ത് മാർച്ച്. ജാഥ ക്യാപ്റ്റൻ ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് PMA മുസ്തഫ തങ്ങൾ, വൈസ് ക്യാപ്റ്റൻ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത്, ജാഥ ഡയറക്ടർ യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം, ജാഥ കോർഡിനേറ്റർ KPM സലീം, ജില്ലാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോലിക്കളത്തിലാണ് ജാഥ ചെയർമാൻ. വെള്ളിയാഴ്ച 3 മണിക്ക് കോട്ടോപ്പാടത്ത് സ്ഥാനം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സെയ്ദ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പതാക കൈമാറും. മണ്ണാർക്കാട് മണ്ഡലത്തിലെ സമാപന സമ്മേളനം നെല്ലിപ്പുഴയിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് ദേശീയ സംസ്ഥാന നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ പങ്കെടുക്കും. വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ മതേതരത്തിൻ്റെ മതമൈത്രിയുടെ ഈ രാജ്യത്തിൻ്റെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിന് ഗവൺമെൻറ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ജനങ്ങളെ ആ കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്നുകൂടി ഈ ജാഥയുടെ ഉദ്ദേശമുണ്ട്. ഇവിടെ വിദ്വേഷത്തിന് ഈ രാജ്യത്ത് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഇടമില്ലെന്നും ഈ ജാഥ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും ജാഥയാണ്. ഓരോ മണ്ഡലങ്ങളിലും ഓരോ പ്രദേശങ്ങളിൽ എത്തുമ്പോൾ അതാത് പ്രദേശത്തെ സാമുദായിക നേതാക്കന്മാരുടെയൊക്കെ പിന്തുണയോടുകൂടെ അവരുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അനുഗ്രഹത്തോടുകൂടെയാണ് ഈ ജാഥ നടത്തുന്നത്. അതിൽ കർഷകരുടെ പ്രശ്നങ്ങൾ, യുവാക്കളുടെ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, എല്ലാ മേഖലയിലുള്ള ആളുകളുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് PMA മുസ്തഫ തങ്ങൾ, ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത്, ട്രഷറർ നൌഷാദ് വെള്ളപ്പാടം, ജില്ലാ യൂത്ത് ലീഗ് സീനിയർ വൈസ് പ്രസിഡന്റ് KPM സലീം, ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി നൌഫൽ കളത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുടുംബസ്വത്തായി ലഭിച്ച വല്ലപ്പുഴയിലെ 80 സെന്റ് ഭൂമി CPM മുഖേന പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യമായി നൽകി ദമ്പതികൾ. ചേരിക്കല്ലിൽ നടന്ന ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന് ഭൂമിയുടെ രേഖകൾ കൈമാറി. CPM ചേരിക്കല്ല് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ജില്ലാ സെക്രട്ടറി നിർവഹിച്ചു. ചേരിക്കല്ലിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് ബ്രാഞ്ച് ഓഫീസ് കെട്ടിട ഉദ്ഘാടനവും ഭൂമി കൈമാറ്റവും നടന്നത്. İnkılap, 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 zindabad.
ചേരിക്കല്ല് പ്രദേശത്തെ പരേതരായ ചൂരക്കോട്ടിൽ അയ്യപ്പൻ ദേവകി ദമ്പതികളുടെ മകൾ കമലത്തിന് കുടുംബസ്വത്തായി ലഭിച്ച 80 സെന്റ് ഭൂമിയാണ് ഭർത്താവ് വിളയൂർ കോട്ടയിൽ രാമനുണ്ണി, മക്കളായ ബൈജു, കെ.ആർ. ബീന, ബെന്നി എന്നിവരുടെ പൂർണ്ണ സമ്മതത്തോടെ നിർധനരും അശരണരുമായ കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിന് CPM മുഖേന സൗജന്യമായി നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഭൂമിയുടെ രേഖകൾ ചടങ്ങിൽ വച്ച് ഏറ്റുവാങ്ങി. CPMനെയും ഇടതു സർക്കാരിനെയും തകർക്കാൻ പല രീതിയിൽ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതിന്റെ ഭാഗമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങളെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. നാട്ടിലെ ജനങ്ങൾ കൈയഴിഞ്ഞ് സഹായിക്കുമ്പോൾ ചില കൂട്ടർ ഇത് കണ്ട് വല്ലാതെ വിഭ്രാന്തി കൊള്ളുകയാണ്. കാരണം അവരാണെങ്കിൽ കൊണ്ടുപിടിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെ ഏതൊക്കെ തരത്തിൽ തകർക്കാൻ കഴിയുമെന്ന് ദൈനംദിനം ആലോചിക്കുകയും ഓരോ മിനിറ്റിനും അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം അനുഭവങ്ങൾ പാർട്ടിക്ക് നാട്ടിലെ ജനങ്ങൾക്കും ഉണ്ടാവുന്നത്. ഇവിടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇങ്ങനെ ജനമനസ്സുകളിൽ അംഗീകാരമുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏതൊക്കെ തരത്തിലാണ് തകർക്കാൻ പറ്റുക എന്നുള്ള പ്രചാരം കൂടി അവർ ഏറ്റെടുത്തിരിക്കുന്നു. ആ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന എല്ലാ കോലാഹലങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ BJPയും ഈ രണ്ട് കൂട്ടരെയും സഹായിക്കുന്ന പ്രചാരകരായി കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അച്ചടി ദൃശ്യമാധ്യമങ്ങളും വ്യാപകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ നടത്തിവരുന്നത്. CPM ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. മമ്മിക്കുട്ടി MLA, നേതാക്കളായ NP വിനയകുമാർ, MM വിനോദ് കുമാർ, KB സുഭാഷ്, T. കുട്ടികൃഷ്ണൻ, T. ഗോപാലകൃഷ്ണൻ, E. ചന്ദ്രബാബു, AK ദേവദാസ്, P. സന്തോഷ്, സുദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 15ലേറെ കുടുംബങ്ങൾക്ക് ഈ ഭൂമിയിൽ വീടൊരുക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും പാർട്ടി നേതാക്കൾ പറഞ്ഞു. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് നവീകരണം അന്തിമഘട്ടത്തിലേക്ക്. വർമ്മങ്കോട് കലുങ്ക നിർമ്മാണം കൂടി പൂർത്തിയായാൽ കാഞ്ഞിരപ്പുഴ റോഡിൽ യാത്ര സുഗമമാകും. കിഫ്ബി അനുവദിച്ച 33 കോടി രൂപ ചെലവിലാണ് 8 കിലോമീറ്റർ റോഡ് നവീകരണം നടത്തുന്നത്. നിർമ്മാണം തുടങ്ങിയതിനു ശേഷം നേരിട്ട പല പ്രതിസന്ധികൾ അതിജീവിച്ചാണ് റോഡ് നവീകരണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. തമിഴ്നാട് ആസ്ഥാനമായുള്ള കമ്പനിയാണ് ആദ്യം നിർമ്മാണം ഏറ്റെടുത്തത്. കോവിഡും പ്രളയവും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾക്കിടയിൽ 50% ജോലി പൂർത്തിയാക്കിയ കമ്പനി നവീകരണം അനിശ്ചിതമായി നിർത്തിവെച്ചു. ഇതോടെ റോഡ് നവീകരണം പ്രതിസന്ധിയിലായി. തമിഴ്നാട് കമ്പനിയെ കരാറിൽ നിന്ന് മാറ്റി പുതിയ ടെൻഡർ വിളിച്ച് ULCCക്ക് കരാർ നൽകി. തുടർന്നാണ് നവീകരണത്തിൽ പുരോഗതിയുണ്ടായത്. കാഞ്ഞിരം സെൻട്രൽ പാലവും റോഡിൽ ടൈൽ വിരിക്കലും ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയായി. കാഞ്ഞിരം സെൻട്രൽ 1 കിലോമീറ്ററോളവും കലുങ്ക് നിർമ്മാണം നടക്കുന്ന വർമ്മങ്കോടുമാണ് BMA ചെയ്യാൻ ബാക്കിയുള്ളത്. കലുങ്ക് നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് BMA ചെയ്യും. തുടർന്ന് ചിറക്കൽപ്പടി മുതൽ കാഞ്ഞിരപ്പുഴ വരെ BC ചെയ്യും. കാഞ്ഞിരപ്പുഴ റോഡിൽ വീതിയുള്ള ഭാഗങ്ങളിൽ ജനങ്ങൾക്കിരിക്കാൻ സിമന്റ് ബെഞ്ചുകളും മറ്റും സ്ഥാപിച്ച് മനോഹരമാക്കുമെന്ന് K. ശാന്തകുമാരി MLA പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു റോഡ് ഗതാഗതം എല്ലാവർക്കും ചിറക്കൽപ്പടിയിൽ നിന്ന് കാഞ്ഞിരപ്പുഴയ്ക്ക് വരുന്ന റോഡാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഇടക്കാലത്തെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. സാങ്കേതികവും അതോടൊപ്പം തന്നെ കരാറുകാർ ഇട്ടുപോയ പ്രശ്നമാണ് ഉണ്ടായത്. പക്ഷേ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നാട്ടുകാർ വലിയ രൂപത്തിൽ അക്കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. ULCC ആ വർക്ക് ഏറ്റെടുത്ത് നിങ്ങൾക്കെല്ലാം കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ വേണ്ടി കഴിയും. വളരെ വളരെ ഫാസ്റ്റായിട്ടാണ് അവർ ആ വർക്ക് മുന്നോട്ട് പോകുന്നത്. ടാറിങ് ഏതാണ്ട് കാഞ്ഞിരം വരെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കാഞ്ഞിരം ടൗണിനകത്ത് 900 മീറ്റർ ഇൻ്റർലോക്ക് ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഡ്രൈനേജും ചില കാര്യങ്ങളും അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയയും ബസ് വേ ഒക്കെ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പാലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായത്. അവർ പറഞ്ഞതിനേക്കാൾ
വേഗത്തിൽ നമ്മുടെ കാഞ്ഞിരം ടൗണിനകത്തുള്ള പാലം പൂർത്തീകരിച്ചു. ഇപ്പോൾ വൺ സൈഡ് വാഹനങ്ങൾ പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 70-80% വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. വളരെ ആശ്വാസകരമായിരുന്നു. അതായത് സാധാരണഗതിയിൽ വർക്കുകൾ ഏറ്റെടുക്കുമ്പോൾ പല സാങ്കേതിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് വർക്കിൻ്റെ ഡിലേ ഉണ്ടാവാറ്. പക്ഷേ ULCC ഏറ്റെടുത്തതോടുകൂടി വലിയൊരു പ്രതീക്ഷ നമ്മുടെ മുമ്പിലുണ്ട്. പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കും. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലോക്സഭ ഇലക്ഷൻ മുമ്പ് തന്നെ അത് ഉദ്ഘാടനം നിർവഹിക്കണം എന്നുള്ള രീതിയിലാണ്. ഇതിൽ ഇപ്പം ULCC വർക്ക് ഏറ്റെടുത്തതിന് ശേഷമുണ്ടായ ചില മാറ്റങ്ങൾ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കും. കാരണം നിലവിലുണ്ടായിരുന്ന എസ്റ്റിമേറ്റിന് ഇതിൻ്റെ രണ്ടാമത് കരാറെടുത്ത സമയത്ത് തന്നെ സബ് പ്രോജക്റ്റ് റിവൈസ് ചെയ്തുകൊണ്ട് ഇൻ്റർലോക്ക് സിസ്റ്റം ഉൾപ്പെടെ പുതിയതായി കിഫ്ബി അനുവദിക്കാനുണ്ടായി. ആദ്യം അത് അനുവാദമില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ വെള്ളപ്പാച്ചലും കുത്തിയൊഴുക്കുമെല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 1 കിലോമീറ്റർ അടുത്ത് ദൂരം ഇൻ്റർലോക്ക് സിസ്റ്റം സാധാരണ BMDC എന്നുള്ളത് അവർ ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ പ്രത്യേക പരിസ്ഥിതി ഭൂമിശാസ്ത്രം എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടായത്. ഏതാണ്ട് ചക്കപ്പടി മുതൽ കാഞ്ഞിരം വരെയുള്ള റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അപ്രോച്ച് റോഡുകളുണ്ട്, കണക്ഷൻ റോഡുകളുണ്ട്. ആ റോഡുകളെല്ലാം 20 മുതൽ 50 മീറ്റർ വരെ അഡീഷണൽ ആയിട്ട് ഉള്ളിലോട്ട് ടാറിങ് ചെയ്യുകയാണ്. ഇത് ആളുകൾക്ക് നടന്നു പോകാൻ കഴിയുന്ന, വിശ്രമിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടി ഒരുക്കുന്നുണ്ട്. കുറച്ച് മരങ്ങളും സൗകര്യങ്ങളുള്ളിടത്തൊക്കെ ഇൻ്റർലോക്കിങ് പതിച്ചിട്ട് കസേരയൊക്കെ ഇട്ട് അവർക്ക് വിശ്രമിക്കാനുള്ള സംവിധാനം കൂടി ഈ ടൂറിസം കേന്ദ്രത്തിലേക്ക് വരുന്ന റോഡ് എന്ന നിലയിലുള്ള നമ്മൾ അതിലൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ റോഡിൻ്റെ ഒരു പ്രവർത്തനത്തിൽ നമുക്ക് കൂടുതൽ ഊർജ്ജം ഉണ്ടായി. തീർച്ചയായിട്ടും ULCC നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടത്തി വരുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ യുവാവ് അറസ്റ്റിൽ. കൈതച്ചിറ കൊമ്പംകുന്ന് മഡോണ വീട്ടിൽ ജിൻഡോയാണ് അറസ്റ്റിലായത്. മണ്ണാർക്കാട്, അഗളി, മാള, വിയ്യൂർ, മട്ടന്നൂർ, ആലുവ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മോഷണം, അടിപിടി കേസുകളിൽ പ്രതിയാണ് ജിൻഡോ എന്ന് മണ്ണാർക്കാട് പോലീസ് പറഞ്ഞു. 2021 മോഷണക്കേസിൽ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത ജിൻഡോ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് 2 ദിവസത്തിനു ശേഷം അട്ടപ്പാടിയിൽ നിന്ന് പിടികൂടി. പോലീസ് അനാസ്ഥ ആരോപിച്ച് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ P. ഗിരീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന സംഭവത്തിൽ പ്രതിയെ വെറുതെ വിട്ടത് പോലീസിന്റെ അനാസ്ഥ കൊണ്ടെന്നാരോപിച്ചാണ് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. UDF നിയോജക മണ്ഡലം ചെയർമാൻ P. ഗിരീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാറിലെ 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ ഈ ഭരണകൂടത്തിൻ്റെ പിണയാളികളും അതുപോലെ തന്നെ ഭരണകൂടത്തിന് മംഗളപത്രം എഴുതി നടക്കുന്ന മാർക്സിസ്റ്റ് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ അദ്ദേഹത്തെ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്നും നീതി നിഷേധിക്കപ്പെട്ട കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് നീതി നൽകാൻ നിയമ സംവിധാനത്തെ ശക്തിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 6 വയസ്സുകാരിയായ വണ്ടിപ്പെരിയാറിൽ ലയത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക്, ഒരു കൊച്ചുകുട്ടിക്കുണ്ടായ ദാരുണമായ മരണത്തിന് ഉത്തരവാദിത്വം ആ DYFI പ്രവർത്തകരെ വെറുതെ വിട്ടതിൽ കേരളത്തിലെ ഭരണകൂടത്തിനും ആ ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണങ്ങളായ പോലീസിനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഇന്ന് സമരരംഗത്തിറങ്ങിയിട്ടുള്ളത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ, കമ്മിറ്റി ഭാരവാഹികളായ NK കൃഷ്ണൻകുട്ടി, MS സിദ്ദിഖ്, K കബീർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P മായ, കൗൺസിലർ PT രാധ, PP പാഞ്ചാലി, മുഹമ്മദ് സാലിഹ് തുടങ്ങിയവരും പങ്കെടുത്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ, മലയാള സാഹിത്യവേദി, പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ നേതൃത്വത്തിൽ അലനല്ലൂരിൽ ഈ മാസം 24-ന് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിക്കുന്നു. PPH ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരൻ T പത്മനാഭൻ, ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, യുവ എഴുത്തുകാരി സനൂപ വിനോദ് എന്നിവർ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PPH ഓഡിറ്റോറിയത്തിൽ വെച്ച് കൃത്യം 3 മണിക്കാണ് പരിപാടി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനു മുന്നോടിയായി കലാപരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇത് ഈ ലൈബ്രറികളെ ഒരു ഉത്തേജനം കൂടി ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
75 ലൈബ്രറികളാണ് മണ്ണാർക്കാട് താലൂക്കിലാകെയുള്ളത്. ഈ ലൈബ്രറികളെല്ലാം പാടെ ഒന്ന് സഹകരിക്കും മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പരിപാടി വളരെ വിജയപ്രദമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എഴുത്തുകാരൻ ടി പത്മനാഭൻ, ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, യുവ എഴുത്തുകാരി സനൂപ വിനോദ് എന്നിവർക്ക് പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വായനക്കാരുടെയും എഴുത്തുകാരുടെയും സൗഹൃദ കൂട്ടായ്മയായ മലയാള സാഹിത്യവേദി ഏർപ്പെടുത്തിയ ജനനി ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി നൽകും. ചടങ്ങിൽ KTDC ചെയർമാൻ PK ശശി, പഞ്ചായത്ത് അധ്യക്ഷ PP സജന സത്താർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രാദേശിക എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ആദരിക്കും. കേരള ജ്യോതി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ടി പത്മനാഭൻ, മറ്റൊന്ന് പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എന്നിവരാണ്. പിന്നീട് സ്നൂപ വിനോദ് എന്ന് പറയുന്ന ഒരു യുവ നോവൽ എഴുത്തുകാരി കൂടിയുണ്ട്. ജനനി ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് അവർ ഇവിടേക്ക് വരുന്നത്. കൈതപ്രത്തിൻ്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീതാർച്ചന, ടി പത്മനാഭൻ്റെ കഥകളുടെ ദൃശ്യാവിഷ്കരണം, കുടുംബശ്രീ പ്രവർത്തകരുടെ പുസ്തക പ്രകാശനം, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ തുടങ്ങി ഒട്ടേറെ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അലനല്ലൂരിൽ ഇത് ആദ്യമായാണ് ഇത്തരത്തിലൊരു സാംസ്കാരിക സദസ്സിന് വേദിയൊരുങ്ങുന്നത്. ടി പത്മനാഭനും കൈതപ്പുറവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രതിഭകളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന, കലകളിലും സാഹിത്യത്തെയൊക്കെ നോക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, പ്രായം കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2 പ്രതിഭകളാണ്. അവർ ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തിൽ വളരെയേറെ അഭിമാനിക്കുന്നു. ഏറ്റവും യോജിച്ച ആൾക്കാർ തന്നെയാണ് അവർ എന്നാണ് കരുതുന്നത്. ജനങ്ങളുടെ അഭിപ്രായവും അതുതന്നെ. എന്തായാലും അലനല്ലൂരിൽ ഇവർ വരുന്നത് ഒരു ചരിത്ര പ്രാധാന്യം ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല. അലനല്ലൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളെ ചടങ്ങിലേക്ക് ഭാരവാഹികൾ സ്വാഗതം ചെയ്തു. വിപുലമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ പൗരാവാലിയെയും അലനല്ലൂരിലെ മുഴുവൻ സഹൃദരെയും ക്ലബ്ബ്, അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനങ്ങൾ, മറ്റു സന്നദ്ധ സേവന സംഘങ്ങൾ, ലൈബ്രറികൾ, എല്ലാവിധ ആളുകളുടെയും ഒരു വലിയ കൂട്ടായ്മയാണ് ആ ഒരു ചടങ്ങിന് മുതൽക്കൂട്ടാവുന്നത്. സ്വാഗത സംഘം അംഗങ്ങളായ വി അബ്ദുള്ള, KA സുദർശനകുമാർ, PPK അബ്ദുറഹ്മാൻ, ബാബു മൈക്രോടെക്, M അബ്ദുൽ അസീസ്, വി മനോജ്, മധു അലനല്ലൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. മറ്റു വാർത്തകൾ. പട്ടാമ്പി ഇത്തവണ മെഗാ ക്രിസ്മസ് കരോളിന് വേദിയാകുന്നു. കത്തോലിക്ക യുവജന സംഘടനയായ ഒറ്റപ്പാലം ഫൊറോന KCYM-ന്റെ നേതൃത്വത്തിലാണ് ജീമാജോ മെഗാ കരോൾ ഇപ്രാവശ്യം പട്ടാമ്പിയിൽ വെച്ച് നടത്തുന്നത്. ഡിസംബർ 23 നടക്കുന്ന പരിപാടിയിൽ പട്ടാമ്പി, ഒറ്റപ്പാലം താലൂക്കുകളിലെ എല്ലാ ക്രൈസ്തവ സഭകളിലെയും അംഗങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയവുമായി സഹകരിച്ചാണ് കത്തോലിക്ക യുവജന സംഘടനയായ ഒറ്റപ്പാലം ഫൊറോന KCYM-ന്റെ നേതൃത്വത്തിൽ ജീമാജോ മെഗാ കരോൾ സീസൺ 3 ഇപ്രാവശ്യം പട്ടാമ്പിയിൽ വെച്ച് നടത്തുന്നത്. ഡിസംബർ 23 ഉച്ചയ്ക്ക് ശേഷം 3 മേലെ പട്ടാമ്പി ഹോളി ക്രോസ് ലാറ്റിൻ ദേവാലയത്തിനു സമീപത്തു നിന്നും ആരംഭിക്കുന്ന കരോൾ റാലി മേലെ പട്ടാമ്പിയിലൂടെ കീഴായൂർ റോഡിലേക്ക് പ്രവേശിച്ച് വൈകിട്ട് 6 മണിയോടെ സെന്റ് പോൾസ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരും. പട്ടാമ്പി, ഒറ്റപ്പാലം താലൂക്കുകളിലെ ക്രൈസ്തവ സഭകളിൽ നിന്നായി 1500-ലധികം ആളുകൾ ഒത്തുചേരുന്ന വർണ്ണശബളമായ മെഗാ കരോളിൽ 250 ക്രിസ്മസ് പാപ്പമാർ അണിനിരക്കുന്നതോടൊപ്പം ടാബ്ലോ, ഫ്ലാഷ് മോബ് എന്നിവ ഉണ്ടായിരിക്കും. പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ കരോൾ റാലിയും ആഘോഷ പരിപാടികളിലും മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മേലപ്പട്ടാമ്പി ഹോളി ക്രോസ് ദേവാലയത്തിൽ നിന്ന് ഞങ്ങൾ റാലി ആരംഭിച്ചുകൊണ്ട് ചെർപ്പുളശ്ശേരി റോഡിലൂടെ മേലെ പട്ടാമ്പിയിലൂടെ കടന്ന് കീഴായൂർ റോഡിലേക്ക് പ്രവേശിച്ച് സെന്റ് പോൾസ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് സമാപിക്കുന്ന വിധത്തിലാണ് ഈ ഒരു ക്രിസ്മസ് കരോള് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. തുടർന്ന് വിവിധ ഇടവകളിൽ നിന്നും വരുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ, കരോൾ ഗാനങ്ങൾ, അതുപോലെ ഡാൻസുകൾ, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെല്ലാം കൂടി ഏകദേശം 8 മണിയോടുകൂടി അവസാനിക്കുന്ന വിധത്തിൽ ഞങ്ങളിത് ക്രമീകരിക്കുന്നു.
1500-ലധികം ജനങ്ങൾ അണിനിരക്കുന്ന മെഗാ എക്യുമെനിക്കൽ ക്രിസ്മസ് കരോളാണിത്. ഈ ക്രിസ്മസ് കരോളിൽ ഏകദേശം 250-ലധികം പാപ്പമാരും അതോടൊപ്പം തന്നെ ഈ മഹാറാലിയിൽ ടാബ്ലോ, ഫ്ലാഷ് ഓഫ് എന്നിവ ഉൾപ്പെട്ടുകൊണ്ട് വളരെ ആഘോഷപൂർണമായ ഒരു ക്രിസ്മസ് കരോളാണ് നമ്മുടെ പട്ടാമ്പി നഗരമധ്യത്തിലൂടെ കടന്നു പോകാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഇതിലെ വിശിഷ്ടാതിഥിയായി എത്തുന്നത് നമ്മുടെ പാലക്കാട് രൂപതയുടെ രൂപതാധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവാണ്. ഒറ്റപ്പാലം ഫൊറോന KCYM ഡയറക്ടറും പട്ടാമ്പി സെന്റ് പോൾസ് ചർച്ച് വികാരിയുമായ ഫാദർ അൽജോ കുറ്റിക്കാടൻ, മറ്റ് ഭാരവാഹികളായ വിമൽ തോമസ്, ED വിൽസൺ, അനീഷ് തോമസ്, ആരോൺ, KG ബൈജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. നാട്ടുകൽ പകൽ വീട്ടിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച കാർണവർ കൂട്ടത്തിൽ 250-ലധികം മുതിർന്ന പൗരന്മാർ പങ്കെടുത്തു. വയോജനങ്ങൾക്കായുള്ള നിയമബോധവൽക്കരണ ക്ലാസ്സിന് അഡ്വക്കേറ്റ് സാബിറയും മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസനും ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ സമൂഹം നേടിയിട്ടുള്ള ഏത് നേട്ടങ്ങളുണ്ടെങ്കിലും ഇന്ന് ഈ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏത് നന്മയുണ്ടോ ആ നന്മയ്ക്കൊക്കെ പിറകിൽ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെക്കുകയും ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ ആയുസ്സും ആരോഗ്യവും സമ്പത്തുമൊക്കെ ഈ നാടിനു വേണ്ടി, സമൂഹത്തിന് വേണ്ടി, പുതിയ തലമുറക്ക് വേണ്ടി ചെലവഴിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന മുരളി അധ്യക്ഷയായി. ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ KP ബുഷറ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ CP സുബൈർ, P മൻസൂർ അലി, പഞ്ചായത്ത് അംഗങ്ങളായ AK വിനോദ്, P രാധാകൃഷ്ണൻ, PT സഫിയ, MC രമണി, CP ജയ, PM ബിന്ദു കോങ്ങത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജിതകുമാരി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PN സിമ്മി, ആരോഗ്യപ്രവർത്തകരായ P പ്രിയൻ, ഹസീന, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ശേഷം മുതിർന്നവരുടെ കലാപരിപാടികളും നടന്നു. ഇനി ഉത്സവങ്ങളുടെ കാലം. ഉത്സവപ്പറമ്പുകളിൽ നാദലയങ്ങൾ തീർക്കുന്ന ചെണ്ടകൾ നിർമ്മിക്കുന്നതിൽ പാരമ്പര്യത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തുകയാണ് ലക്കിടി മൂന്നുണ്ണിപ്പറമ്പിൽ വേലായുധനും മകൻ പ്രകാശനും. കേരളത്തിലെ പ്രഗത്ഭരായ നിരവധി വാദ്യക്കാർക്ക് ചെണ്ടയും ചെണ്ടവട്ടങ്ങളും നിർമ്മിച്ചു നൽകുന്നതും ഇവർ തന്നെയാണ്. ഒറ്റപ്പാലം ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് കാണാം. പൂരപ്രേമികളുടെ മനം കവർന്ന് കൊട്ടിക്കയറുന്ന പാണ്ടിയിലും പഞ്ചാരിയിലും പ്രധാനിയാണ് ചെണ്ട. ക്ഷേത്ര അനുബന്ധ ചടങ്ങുകളിലും പ്രഥമ സ്ഥാനം തന്നെയാണ് ചെണ്ടയ്ക്കുള്ളത്. ചെണ്ട നിർമ്മാണത്തിന്റെ 100 വർഷത്തിലധികം നീളുന്ന പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് ലക്കിടി മൂന്നുണ്ണിപ്പറമ്പിൽ കുടുംബത്തിന്. ായ വേലായുധനും മൂത്ത മകൻ പ്രകാശനുമാണ് ഇപ്പോൾ ഈ വഴിയിൽ സഞ്ചരിക്കുന്നവർ. വേലായുധനും പിറകിൽ സഞ്ചരിച്ച 3 തലമുറക്കാരും ചെണ്ട നിർമ്മാണം കുലത്തൊഴിലാക്കിയവരായിരുന്നു. പാരമ്പര്യമായി കിട്ടിയ ഈ തൊഴിൽ ഇപ്പോഴും നിലനിർത്തി പോവുകയാണ് ഈ അച്ഛനും മകനും. ഏറെ ശ്രമകരമായ പ്രവൃത്തിയാണ് ചെണ്ട നിർമ്മാണം. വേലായുധന്റെ ചെണ്ടവട്ടങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. അറവുശാലകളിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രായം ചെന്ന മൂരിത്തോല് ഉണക്കിയ ശേഷമാണ് ചെണ്ടവട്ടം നിർമ്മിക്കുക. കമ്പുകളിൽ വലിച്ചുകെട്ടി ഉണക്കിയെടുത്ത ശേഷം ചെണ്ടവട്ടത്തിനനുസരിച്ച് തുകൽ മുറിച്ചെടുക്കും. തുകലിന് മുകളിലുള്ള രോമങ്ങൾ കളഞ്ഞ് വെള്ളത്തിൽ കുതിർത്തിയെടുത്ത ശേഷം ചെണ്ടയ്ക്കനുസരിച്ച് നിർമ്മിച്ച വളയലുകളിൽ മാടി പിടിപ്പിക്കും. ഈ വളയലുകൾ നിർമ്മിക്കുന്നതും ഇവിടെ തന്നെയാണ്.
കാതലുള്ള പ്ലാവിന്റെ തടി കുഴിച്ചെടുത്താണ് ചെണ്ടക്കുറ്റികൾ നിർമ്മിക്കുന്നത്. കുറ്റികൾ ശബ്ദം വരുത്തി മിനുക്കുപണികൾ ചെയ്ത ശേഷം മാടിയ വട്ടങ്ങൾ കുറ്റിയുടെ രണ്ടറ്റങ്ങളിലുമായി കയറുപയോഗിച്ച് ബന്ധിപ്പിക്കും. ആവശ്യത്തിന് വലിച്ചു മൂപ്പിച്ച് ശബ്ദം വരുത്തിയ ശ്രുതിമനോഹരമായ ചെണ്ടകളാണ് വേലായുധൻ ആവശ്യക്കാർക്ക് കൈമാറുന്നത്. ഇത്തരത്തിൽ ഒരു ചെണ്ടയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാൻ ഏതാണ്ട് 20 ദിവസം വരെ സമയം വരുമെന്ന് വേലായുധൻ പറയുന്നു. ഞങ്ങൾ തലമുറകളായിട്ട് ചെണ്ട നിർമ്മാണം ആണ്. ചെണ്ട, തിമല, എടയ്ക്ക, പറ, തുടി എന്നീ വാദ്യോപകരണങ്ങൾ, മരം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് തലമുറകളായിട്ട് മുത്തച്ഛന്മാർ, അച്ഛൻ്റെ അച്ഛനായിട്ടുള്ള കുറേ ഒരു 2-3 തലമുറയ്ക്കിൻ്റെ അപ്പുറം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പാരമ്പര്യമായിട്ട് തൊഴിൽ ചെയ്യുന്നതാണ്. അതിലിപ്പോൾ ഞാനും പിന്നെ എൻ്റെ മൂത്ത മകൻ പ്രകാശൻ, ഞങ്ങൾ രണ്ടാളിപ്പോൾ ഇവിടെ പണിയെടുക്കുന്നത്. അനവധി മഹാന്മാർ ഇവിടെ വന്നിട്ട് നമ്മളെ ചെണ്ടവട്ടങ്ങളും ചെണ്ടയും വാദ്യോപകരണങ്ങൾ കൊണ്ടുപോകാറുണ്ട്. 18,000 രൂപയാണ് ഒരു ചെണ്ടയുടെ വില. ഇത്തരത്തിൽ നിർമ്മിച്ചു നൽകുന്ന ചെണ്ടയുടെ വലം തലവട്ടങ്ങൾക്ക് 5 വർഷത്തെ ഗ്യാരണ്ടിയും വേലായുധൻ ഉറപ്പ് നൽകുന്നു. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമായുള്ള വാദ്യകലാകാരന്മാർ വേലായുധന്റെ ചെണ്ടവട്ടങ്ങളെ തേടിയെത്താറുണ്ട്. അച്ഛൻ്റെ അച്ഛൻ വേലുവിൽ നിന്നും തലമുറ കൈമാറി വന്ന് സ്വായത്തമാക്കിയ ചെണ്ട നിർമ്മാണക്കലയെ പ്രായത്തിന്റെ അവശതകൾ ഒന്നുമില്ലാതെ ഇപ്പോഴും നിലനിർത്തി പോവുകയാണ് ഈ 74-കാരൻ. കാഴ്ച പരിമിതരായ കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കായി സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ വികസിപ്പിച്ച് ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ. കെ പ്രേംകുമാർ MLA കോളേജിൽ നടന്ന ചടങ്ങിൽ സോഫ്റ്റ്വെയറുകൾ ലോഞ്ച് ചെയ്തു. കാഴ്ച പരിമിതരായ കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കായി 5ഓളം സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളാണ് VTB കോളേജിലെ MSc കമ്പ്യൂട്ടർ സയൻസ് 2021-2023 ബാച്ച് വിദ്യാർത്ഥികൾ വികസിപ്പിച്ചിട്ടുള്ളത്. കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ പ്രേംകുമാർ MLA സോഫ്റ്റ്വെയറുകൾ ലോഞ്ച് ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സരിത നമ്പൂതിരി അധ്യക്ഷയായി. സർവശിക്ഷ കേരള ജില്ലാ പ്രൊജക്ട് ഓഫീസർ കൃഷ്ണകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി ശുഭ അയ്യൻ, കെ സത്യശീലൻ, ചന്ദ്രമോഹൻ, നളിൻ സത്യൻ, ഹരിദാസ് P, IQAC കോർഡിനേറ്റർ ഡോക്ടർ സന്ദീപ് നാരായണൻ, കോട്ടപ്പുറം ഹെലൻ കെല്ലർ മെമ്മോറിയൽ ബ്ലൈൻഡ് സ്കൂൾ പ്രിൻസിപ്പൽ നോബൽ മേരി ചാക്കോ, ഇൻവെസ്റ്റിംഗ് വൈസ്ലിയുടെ സ്ഥാപക മേധാവി മുകുന്ദൻ അണ്ണാമലൈ, കോളേജ് യൂണിയൻ ചെയർമാൻ ഗോകുൽ കൃഷ്ണൻ, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ജ്യോതി ജയൻ എന്നിവർ സംസാരിച്ചു. കാഴ്ച പരിമിതരായ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ പ്രദർശനവും നടന്നു. നളിൻ സത്യന് ഈ മേഖലയിലൊക്കെ ഇനിയും ഒട്ടേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിരുചികളുള്ള നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക്, സമൂഹത്തിൽ ഇത്തരം മേഖലയിൽ ഇടപെടുന്നവർക്ക് അവർക്ക് പ്രോത്സാഹനം നൽകാനും ശരിയായ മാർഗനിർദ്ദേശം നൽകാനും ഇനിയും ഒട്ടേറെ സമൂഹത്തിന് ഗുണം ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ വികസിപ്പിക്കാനും സെന്ററോണയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യും. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ഒരു മെന്ററായി ഗൈഡ് ചെയ്യാൻ ഒരു സംഘം ഉണ്ടാവുക. അവരുടെയൊക്കെ സഹകരണത്തോടെ നമുക്ക് മെച്ചപ്പെട്ട സമൂഹത്തിന് ഗുണമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിക്കുക എന്നത് വളരെ അവരുടെ ജീവിതത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പ്രസിദ്ധമായ പട്ടാമ്പി ഞാങ്ങാട്ടിരി മാട്ടായ ഉറൂസ് 26-ന് സമാപിക്കും. മതപ്രഭാഷണം, അന്നദാനം എന്നിവയും സമാപനത്തോടനുബന്ധിച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രമുഖ പണ്ഡിതനും ഗ്രന്ഥകാരനും സൂഫി വര്യനുമായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് മുഹീദ്ദീൻ ബുഖാരിയുടെ 41-ാം ആണ്ട് നേർച്ചയും 49-ാം അജ്മീർ ഉറൂസുമാണ് ഞാങ്ങാട്ടിരി മാട്ടായ ജലാലിയ മസ്ജിദ് ആൻഡ് ബുഖാരി ദർഗാ ഷെരീഫ് അങ്കണത്തിൽ നവംബർ 15 മുതൽ നടന്നുവരുന്നത്. 40 നാൾ നീണ്ടുനിൽക്കുന്ന ഉറൂസ് മുബാറക്കിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഡിസംബർ 23-ന് ശനിയാഴ്ച രാത്രി 8-ന് ബഷീർ ഫൈസി ദേശമംഗലം മതപ്രഭാഷണം നടത്തും. 24-ന് ഞായറാഴ്ച രാത്രി 8-ന് ഗാർഹിക് മുസ്തഫ സക്കാഫി തന്നലയും പ്രഭാഷണം നടത്തും. 25-ന് തിങ്കളാഴ്ച രാത്രി 8-ന് ചേരുന്ന സമാപന പൊതുസമ്മേളനം PMS തങ്ങൾ ബ്രാലം ഉദ്ഘാടനം ചെയ്യും. റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം മുഖ്യപ്രഭാഷണം നടത്തും. 25-ന് മൗലീദ് പാരായണം, ബുർദ മജ്ലിസ്, അജ്മീർ ഉറൂസിൻ്റെ കൊടികയറ്റം, അജ്മീർ മൗലീദ് പാരായണം, സമൂഹ സിയാറത്ത്, അന്നദാനം എന്നിവയും നടക്കും. 26-ന് ചൊവ്വാഴ്ച രാവിലെ ഗത്തം ദുവാ സിയാറത്ത്, ഭക്ഷണ കിറ്റ് വിതരണം എന്നിവയോടെ ഉറൂസ് സമാപിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഡിസംബർ 23-ാം തീയതി ശനിയാഴ്ച രാത്രി 8 മണിക്ക് ബഷീർ ഫൈസി ദേശമംഗലം
മതപ്രഭാഷണം നടത്തും. ഡിസംബർ 24-ാം തീയതി ഞായറാഴ്ച 8 മണിക്ക് ഖാരി മുസ്തഫ സഖാഫി തെന്നല പ്രഭാഷണം നടത്തുന്നതാണ്. ഡിസംബർ 25-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ഷെയ്ഖ് ബുഖാരി മൗലിദ് പാരായണവും 2:30-ന് ബുർദ പാരായണവും 4 മണിക്ക് അജ്മീർ ഉറൂസിൻ്റെ കൊടികയറ്റവും 4:30-ന് അജ്മീർ മൗലിദും തുടർന്ന് മഗ്രിബ് നിസ്കാരാനന്തരം സൂഫിവര്യന്മാരും സദാത്യങ്ങളും ആശിക്യങ്ങളും പങ്കെടുക്കുന്ന സമൂഹ സിയാറത്തും തിങ്കളാഴ്ച നടക്കുന്നതാണ്. അതിനുശേഷം ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച തന്നെ രാത്രി 8 മണിക്ക് പൊതുസമ്മേളനമാണ്. പൊതുസമ്മേളനത്തിൽ മഹല്ലി മുത്തവല്ലിയും ഉറൂസ് കമ്മിറ്റി രക്ഷാധികാരിയുമായ ഹാജി PP അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി അധ്യക്ഷത വഹിക്കുമ്പോൾ ദുആ നേതൃത്വവും ഉദ്ഘാടനവും സയ്യിദ് PMS തങ്ങൾ ബ്രാലം നിർവഹിക്കുമ്പോൾ മുഖ്യപ്രഭാഷണം റഹ്മത്തുള്ള കാസിമി മുത്തേടം നടത്തുന്നതാണ്. ഒരുപാട് പണ്ഡിതന്മാരും 10,000-കണക്കിന് ആളുകളും പങ്കെടുക്കുന്ന ആ മഹത്തായ പരിപാടിയിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. രാത്രി 12 മണിക്ക് മൗലിദ് പാരായണവും 1 മണിക്ക് ദിക്ർ ഹൽക്കയും ഡിസംബർ 26 ചൊവ്വാഴ്ച സുബഹി നിസ്കാരാനന്തരം നടത്തപ്പെടുന്ന സമൂഹ സിയാറത്തും ഖത്തം ദുആയും ചൊവ്വാഴ്ച രാവിലെ 10 മണി വരെ നീളുന്ന ഭക്ഷണ വിതരണത്തോടും കൂടെ മഹത്തായ പരിപാടിക്ക് സമാപനം കുറിക്കുകയാണ്. ഖതീബ് മുനീർ ആസനി, MM മഹമ്മൂദ് ഹാജി കൊളത്തൂർ, KT റിയാസ്, TV ബഷീർ മൗലവി, PP അഷറഫ്, P ഇബ്രാഹിം, PP ഉമ്മർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് തിരിതെളിഞ്ഞു. മാധ്യമപ്രവർത്തക മാധു സജി ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവാതിര ഉത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രം. ഇതാരാണ് ഈ ഐഡിയ ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എങ്ങനെ ഉണ്ടായോ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഞാൻ നേരിട്ട് കണ്ടനുഭവിക്കുക കൂടിയാണ്. ഇനി എന്തെങ്കിലും വരുന്ന സമയത്തും ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നേരിട്ട് ഏറ്റെടുക്കുന്ന പരിപാലിക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്നത് നമുക്കറിവുള്ളതാണ്. എന്നിരുന്നാലും ഇനിയും എപ്പോഴെങ്കിലുമൊക്കെ ഈ പരിസരത്ത് വരാൻ കഴിയുമ്പോൾ ഇതിങ്ങനെ തന്നെ കാണാൻ കഴിയട്ടെ, ഇതിന് ചുറ്റുമുള്ള കൂട്ടായ്മ ഇങ്ങനെ തന്നെ കാണാൻ കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ തിരുവാതിര ഉത്സവത്തിൻ്റെ ഭാഗമായൊക്കെ സ്ത്രീകളുടെ ഈ കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളോട് ഈ കാലത്ത് പറഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ കൂട്ടുചേർത്ത് പിടിച്ച് കൈ പിടിച്ച് നടത്താനും ഒരു വലിയ കരുതലായി ഒരു സ്ത്രീ കൂട്ടായ്മ ഉണ്ട് എന്നത് എനിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്, സന്തോഷവും പ്രതീക്ഷയും നൽകുന്നുണ്ട്. അത്രയേറെയാണ് ഒരു വാർത്താമുറിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതും പേടിക്കുന്നതും ആശങ്കപ്പെടുന്നതും പലപ്പോഴും കരയുന്നതുമൊക്കെ. മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ വിജയ് ചടങ്ങിൽ അധ്യക്ഷയായി. പെരിങ്ങോട് ഹൈസ്കൂൾ അധ്യാപിക പ്രസീത, വത്സല മുരളീധരൻ, പത്മജ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മേഴത്തൂർ ശ്രീധ്വനി നൃത്ത സംഗീത വിദ്യാലയത്തിലെ കലാകാരികൾ അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. ഒരു വീട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കിണർ. കിണർ കുഴിച്ച് സുലഭമായി വെള്ളം കിട്ടുക എന്നത് പലരും ഭാഗ്യമായാണ് കാണുന്നത്. ഭൂമിക്കടിയിലെ ആ നീരുറവകൾ കൃത്യമായി കണ്ടെത്താൻ കഴിയുക എന്നതാണ് ഇക്കാര്യത്തിൽ പ്രധാനം. കിണറും കുഴൽക്കിണറുമൊക്കെ കുഴിക്കാൻ സ്ഥാനം നോക്കണം. ഈ രംഗത്ത് ഒരു അഗ്രഗണ്യനാണ് മുടയൻകാവ് സ്വദേശി സേതുമാധവൻ മാഷ്. 25 വർഷമായി മാഷ് ഈ രംഗത്തുണ്ട്. സുലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു കിണർ വീട്ടിലുണ്ടെങ്കിൽ വലിയ അനുഗ്രഹമാണ്. എന്നാൽ എത്ര കിണറും കുഴൽക്കിണറുമെല്ലാം കുഴിച്ചിട്ടും വെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളുമുണ്ട്. കിണർ കുഴിക്കുന്നതിന് മുമ്പ് തന്നെ കുഴിക്കുന്ന സ്ഥാനത്ത് വെള്ളമുണ്ടോ എന്നറിയാൻ കഴിയുകയാണ് ഇതിൽ പ്രധാനം. ഇക്കാര്യത്തിൽ 25 വർഷമായി സ്ഥാനനിർണ്ണയം നടത്തി വരുന്നയാളാണ് മുളയൻകാവ് സ്വദേശിയും റിട്ടയർഡ് അധ്യാപകനുമായ സേതുമാധവൻ.
മുമ്പ് പാരമ്പര്യ രീതികളിൽ കിണറുകൾക്ക് സ്ഥാനം നോക്കിയിരുന്ന സേതുമാധവൻ മാഷിപ്പോൾ അത്യാധുനിക അമേരിക്കൻ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. കയ്യിലുള്ള മെഷീൻ ഓണാക്കി സേതുമാധവൻ മാഷ് നടന്നു തുടങ്ങിയാൽ വെള്ളമുള്ളിടത്തേക്ക് മെഷീൻ വഴി കാട്ടും. അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ ഭൂമിക്കടിയിലെ ജലസാന്നിധ്യത്തിൻ്റെ 3D ഗ്രാഫ് ഉൾപ്പെടെ മാഷിൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിലേക്ക് ലഭിക്കും. ജലനിരപ്പിൻ്റെ ആഴവും വിന്യാസവും പാറയുടെ സാന്നിധ്യവുമെല്ലാം അനായാസം നോക്കി മനസ്സിലാക്കാനും അതനുസരിച്ച് വെള്ളമുള്ള ഭാഗം നോക്കി കിണർ കുഴിക്കാനുമാകും. 25 വർഷമായി പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇതുവരെ ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം പരിപൂർണ വിജയമായതിൻ്റെ സന്തോഷത്തിലാണ് സേതുമാധവൻ മാഷ്. എൻ്റെ പേര് സേതുമാധവൻ. ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ്. കുറേ വർഷമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. 5 വർഷമായി മെഷീനിലേക്ക് മാറിയിട്ട്. ആദ്യം ജർമ്മൻ ടെക്നോളജിയുടെ മെഷീനെ കൊണ്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ കേരളത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനായിട്ടുള്ള അമേരിക്കൻ ടെക്നോളജിയുടെ പുതിയ മെഷീനെ കൊണ്ടാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 90% സക്സസ് റേറ്റ് കിട്ടുന്നുണ്ട്. ഒരു പോയിൻ്റ് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ആണ് സമയം വരുന്നത്. അതിനകത്ത് നമുക്ക് പോയിൻ്റ് കിട്ടുന്നുണ്ട്. നല്ലപോലെ സക്സസ് ആവുന്നുണ്ട്. പിന്നെ കസ്റ്റമേഴ്സിന് വളരെ സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. ഏത് ഭൂപ്രദേശങ്ങളിലായാലും മാഷിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായി സ്ഥാനം നിർണ്ണയിച്ച് കുഴൽക്കിണർ കുഴിച്ചു കൊടുക്കുന്നുമുണ്ട്. വർഷങ്ങളായുള്ള അനുഭവ സമ്പത്ത് തന്നെയാണ് മാഷെ ഈ രംഗത്ത് മികച്ചു നിർത്തുന്നത്. പെരിന്തൽമണ്ണ പെർഫെക്റ്റ് TTIയുടെ ആഭിമുഖ്യത്തിൽ ലോക അറബിക് ഭാഷാ ദിനം ആചരിച്ചു. മലപ്പുറം ജില്ലാ അറബിക് ഇൻസ്പെക്ടർ ഷൗക്കത്ത് അലി അൻസാരി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരാഴ്ചയായി ദിരായ എന്ന പേരിലാണ് പെരിന്തൽമണ്ണ പെർഫെക്റ്റ് TTIയുടെ നേതൃത്വത്തിൽ അറബിക് ഭാഷാ ദിനാചരണം നടത്തിയത്. സംഘഗാനം, സ്കിറ്റ്, മെൻഡിക്യൂസ്, കിറാത്ത്, ഖുർആൻ പാരായണം, കാലിഗ്രഫി, പോസ്റ്റർ രചന, കഥാരചന, അടിക്കുറിപ്പ്, അറബിക് ടൈപ്പിംഗ്, ഹാൻഡ് റൈറ്റിംഗ്, അറബിക് ട്രാൻസ്ലേഷൻ തുടങ്ങിയ മത്സരങ്ങളോടുകൂടിയായിരുന്നു പരിപാടികൾ. മലപ്പുറം ജില്ലാ അറബിക് ഇൻസ്പെക്ടർ ഷൗക്കത്ത് അലി അൻസാരി ഉദ്ഘാടനം നിർവഹിച്ചു. والله هذا جميل جدا. أيها الدارسون، هذه بمناسبة اليوم العالمي للغة العربية. وللغة العربية مميزات كثيرة ولا نستطيع لأي مليالي أن يعيش يوما واحدا بدون أن يتكلم كلمة أو كلمات في اللغة العربية. أنا جد مسرور حينما بدأ هذه الحفلة بخطبة ترحيب وهو ممتاز. അറബിക് അധ്യാപകൻ മൊഹീനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ ഉസ്മാൻ, പ്രിൻസിപ്പൽ സിറാജുദ്ദീൻ, വൈസ് പ്രിൻസിപ്പൽ നാരായണി, അധ്യാപകരായ ജയപ്രകാശ്, വിനോദ്, അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. ഒമാൻ, ബഹ്റിൻ എന്നീ അറബി രാജ്യങ്ങളിലെ അധ്യാപക പ്രതിനിധികൾ വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ചു. മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് അറബിക് കലയുടെയും കവിതയുടെയും ഭാഷ എന്ന വിഷയത്തിൽ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി അംഗവും അധ്യാപകനുമായ മുഹമ്മദ് അലി ക്ലാസ് എടുത്തു. സഫ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറിയും സൗദി ഗവൺമെൻറ്റിൻ്റെ പ്രഷ്യസ് മെറ്റൽ ഡിപ്പാർട്ട്മെൻറ്റും ധാരണാപത്രം ഒപ്പുവെച്ചു. സഫ ഗ്രൂപ്പിന് സംരംഭങ്ങൾ ആരംഭിക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും ഷെയ്ഖ് ചടങ്ങിൽ ഉറപ്പു നൽകി. ഇന്ത്യയിലെ തന്നെ മികവിൻ്റെ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സൗദി പ്രഷ്യസ് മെറ്റൽ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ഷെയ്ഖ് അലി സലേഹ് ബാത്തേർഫി
അൽഖിദിയും സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും IGJ ചെയർമാനുമായ KTMA സലാമും തമ്മിൽ ധാരണാപത്രം കൈമാറി. സൗദി അറേബ്യയുടെ വിഷൻ 2030 ഭാഗമായി ഗോൾഡ് സിറ്റി സ്ഥാപിക്കുന്നതിലേക്ക് നിക്ഷേപകരെ തേടിയെത്തിയ ഷെയ്ഖ് സഫ ഗ്രൂപ്പിന് സംരംഭങ്ങൾ ആരംഭിക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകി. സഫ ഗ്രൂപ്പിന്റെ മഹാവിപുലീകരണ പദ്ധതിക്ക് ഇതൊരു മുതൽക്കൂട്ടാകുമെന്നും ഇതുവഴി ഒട്ടനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും സഫ ഗ്രൂപ്പ് MD അറിയിച്ചു. വിജയകരമായ 3 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ സഫ ഗ്രൂപ്പിന്റെ കീഴിലാണ് മലപ്പുറം ഇൻകൽ എഡ്യൂസിറ്റിയിലെ IGJ പ്രവർത്തിക്കുന്നത്. 33ാം വാർഷികത്തിന്റെ ഭാഗമായി 3 മാസത്തെ വൈവിധ്യമാർന്ന പരിപാടികളാണ് സഫ ഗ്രൂപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഡിസംബർ 6 നജീബ് കാന്തപുരം MLAയുടെ സാന്നിധ്യത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിലേക്ക് ജീവനക്കാരിലെ 33 യുവതി-യുവാക്കൾ രക്തം ദാനം നടത്തിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സംസ്ഥാനത്തെ മികച്ച ഹരിതകർമ്മസേനയ്ക്കുള്ള പുരസ്കാരം തുടർച്ചയായ 3ാം തവണയും കരസ്ഥമാക്കിയ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങളെ ഡിസംബർ 8 സഫ ജ്വല്ലറി പട്ടിക്കാട് ഷോറൂമിൽ പ്രത്യേക ഉപഹാരം നൽകി ആദരിച്ചു. MLA P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സാമൂഹ്യ, സാഹിത്യ, സാംസ്കാരിക, കാർഷിക, ജീവകാരുണ്യ രംഗങ്ങളിൽ സമഗ്ര സംഭാവന നൽകി അംഗീകാരം നേടിയ SV മോഹനൻ മാസ്റ്ററെയും ആദരിച്ചു. സഫാഘോഷം എന്ന പേരിൽ ഡിസംബർ 17 IGJ ക്യാമ്പസിൽ സംഘടിപ്പിച്ച എംപ്ലോയി എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം P. ഉബൈദുള്ള MLA നിർവഹിച്ചു. പ്രമുഖ ട്രെയിനർ പ്രവീൺ ചിറയത്ത് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ KT മുസ്തഫ, KT ഹംസ, KT ഉസ്മാൻ, KT അബ്ദുൽ കരീം, KT അബ്ദുൽ നാസർ, KT മുഹമ്മദ് അനീഫ, സഫ ഗ്രൂപ്പ് CEO മുഹമ്മദ് ഇജാസ്, IGJ CEO അംജദ് സാഹിർ, റീറ്റെയിൽ ഹെഡ് അഖിൽ DK, മാർക്കറ്റിംഗ് ഹെഡ് R. ദീപക്, മറ്റ് സീനിയർ മാനേജർമാർ തുടങ്ങി ഗ്രൂപ്പിലെ മുഴുവൻ ജീവനക്കാരും പങ്കെടുത്തു. തുടർന്ന് അവാർഡ് ദാനവും ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സഫ ഗ്രൂപ്പ് ജനറൽ മാനേജർ KT അബ്ദുൾ മജീദ്, അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ മാനേജർ VP യാസർ എന്നിവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടാമ്പിയിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. മത്സ്യമാർക്കറ്റിൽ നിന്നും 100 കിലോയോളം പഴകിയ മത്സ്യം പിടികൂടി നശിപ്പിച്ചു. ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണവും പിടിച്ചെടുത്തു. CPM-നെയും ഇടതു സർക്കാരിനെയും തകർക്കാൻ ശത്രുക്കൾ പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കോലാഹലങ്ങളെന്നും EN സുരേഷ് ബാബു. പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് നവീകരണം അന്തിമഘട്ടത്തിലേക്ക്. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് റോഡ് പണി പൂർത്തിയാകുന്നത്. ആദ്യഘട്ട ടാറിംഗ് ആരംഭിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയസമീപനങ്ങൾക്കെതിരെ യൂത്ത് ലീഗ് നടത്തുന്ന യൂത്ത് മാർച്ച് വെള്ളിയാഴ്ച മണ്ണാർക്കാട് നിന്ന് തുടങ്ങും. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിലും മാർച്ചെത്തും. സംസ്ഥാന ദേശീയ നേതാക്കളും പങ്കെടുക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.